അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രം പോയി അവിടുത്തെ കളിപ്പാട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പം തിരുനെൽവേലി ചെങ്കോട്ട റൂട്ടിൽ തെങ്കാശി ജില്ലയിലെ കട്ടയം എന്ന ഗ്രാമത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വണ്ടിയുടെ ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ കുറേ ദൂരം നടക്കാൻ പോവുകയാണേ. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മൺപാത കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നടക്കാം. ഇത് ആ പാറ കണ്ടോ, അതിൻ്റെ മേളിലേക്കാണ് എത്തേണ്ടത്. ഇവിടെ താഴെ കുറേ കരിമ്പനകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. സമയം 4 മണി കഴിഞ്ഞു. അപ്പോൾ വെയിലൊക്കെ നല്ലപോലെ താണു കേട്ടോ. ഞാൻ അമ്പയെന്ന് വന്നിട്ട് കുറേ നേരം ഈ വഴിയിൽ ഇങ്ങനെ കാറിൽ കിടന്ന് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെയിൽ കുറഞ്ഞ ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചു മേളിലേക്ക് പോകാനായിട്ട് വഴിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെയുള്ളവർക്ക് കറക്റ്റ് അറിയില്ല. വണ്ടി പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. വണ്ടി പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഓഫ് റോഡൊക്കെയാണ്. അതിൻ്റെ മേളിലൊരു അമ്പലം ഉണ്ട് കേട്ടോ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളിങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വന്നാൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇത്. കണ്ടില്ല, ഇങ്ങനെയുള്ള മുൾച്ചെടികൾ മുതൽ മുൾമരങ്ങൾ വരെ, ഇത് വലിയ മരങ്ങളൊക്കെ ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് സീമൈ കരുവേലം എന്ന് പറയും. സീമൈ കരുവേലം, ഇംഗ്ലീഷിൽ പ്രൊസോപ്പിസ് ജൂലിഫ്ലോറ എന്ന് പറയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾ മുമ്പ് തമിഴ്നാട്ടിൽ എല്ലായിടത്തും കൊണ്ട് നട്ടുവെച്ചതാണ് കേട്ടോ. അതെന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിറകിൻ്റെ ക്ഷാമം വന്നപ്പോൾ അത് പരിഹരിക്കാനായിട്ട്. കാരണം ഇതിൻ്റെ വിറക് നല്ലതാണ് കത്തിക്കാനായിട്ട്. ഇതിങ്ങനെ മരം പോലെ വളർന്നു പോകുമല്ലോ, അപ്പോൾ വിറകൊക്കെ ആവശ്യത്തിന് വെട്ടിയെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഇവർക്ക് പാരയായിട്ട് മാറിയേക്കുവാണ്. അപ്പോൾ ഈയിടയ്ക്ക് ഈ മദ്രാസ് ഹൈക്കോടതി ഒരു ഓർഡർ ഇറക്കിയായിരുന്നു ഇത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത് ഇതുള്ളിടത്ത് ഈ ജലം, അതായത് ഗ്രൗണ്ട് വാട്ടർ ഇല്ലേ, അപ്പോൾ അത് കുറയും. പിന്നെ മണ്ണിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ കുറയും. അങ്ങനെ ഒത്തിരി ഇതിനെക്കൊണ്ട് ഉപദ്രവമുള്ള. പിന്നെ ഇതിൻ്റെ മുള്ളെന്നൊക്കെ പറഞ്ഞാൽ കുത്തി കയറി കഴിഞ്ഞാണ്ടല്ലോ ജീവൻ പോവും. അപ്പോൾ കാര്യം വിറക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തമിഴ്നാട്ടിൽ ഇത് നശിപ്പിക്കാനാണെങ്കിൽ എന്തോരം ഉണ്ട്. തമിഴ്നാട്ടിൽ എന്തോരം സ്ഥലങ്ങൾ കിടക്കണേ. അപ്പോൾ അത്രയും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം ഇങ്ങനെ കുറേ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ഇത് വെട്ടിക്കളയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ മുൾച്ചെടിയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോയും അതുപോലെ അമേരിക്കയും ഒക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. 1877 ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് തമിഴ്നാട്ടിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വിറകുക്ഷാമം പരിഹരിക്കാനായിട്ട്. പിന്നീട് 1960 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെങ്ങും ഇത് വ്യാപകമാവുകയും ചെയ്തു. ഇപ്പോൾ അതങ്ങനെ വനം പോലെ പാടർന്ന് പാന്തലിച്ച് എന്തോരം ഏക്കറില്ല തമിഴ്നാട്ടിൽ കംപ്ലീറ്റ് ഏത് ജില്ലയിൽ എവിടെ പോയാലും ഇതിങ്ങനെ വളർന്നു നിൽക്കുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര ഉപദ്രവമാണ് ചെയ്യുന്നത്. കാരണം ഈ അതായത് ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകും, വളക്കൂറ് കുറയും. ഒന്നാമത് തമിഴ്നാട്ടിൽ മഴ കുറവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇതോടെ ഈ പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതുകൊണ്ടാണ് ഇത് നശിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയൊക്കെ എടുത്തേക്കുന്നത്. ആ പാറയുടെ മേളിലാണ് അമ്പലമുള്ളത്. ഈ താഴെ ഇവിടെ ഒരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ പശുത്തൊഴുത്തൊക്കെ കാണാം. ഫോട്ടോ എടുക്കണോ? എന്നാ ബാ ഇങ്ങ് വാ, ഇങ്ങ് പോരെ. അപ്പോഴാ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി ദൂരം ഉണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ സേഫായിട്ട് കിടന്നോളും. അപ്പോൾ ഇനി ഇവിടുന്ന് പാറ മേളിലേക്ക് കയറാനായിട്ട് ഇതേ സ്റ്റെപ്പുകളുണ്ട് കണ്ടോ. ഇവിടെ വരെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവരാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ തിരക്ക് കുറവ്, അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സ്പോട്ടാണേ. അപ്പോൾ ഇത് കണ്ടോ, ഞാനെന്ത് മണ്ടത്തരാണ് കാണിച്ചതെന്നാണ് ഇപ്പോൾ ഓർക്കുന്നത്. അത് തിരുനെൽവേലി ചെങ്കോട്ട മെയിൻ റോഡാണ് ആ കടന്നു പോകുന്നത്. അവിടുത്തെ കുറച്ചൊരു 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ആ വഴി എനിക്ക് അറിയില്ലാറുണ്ട്. ആ വഴി ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ ചോദിച്ചു നോക്കി ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിയുണ്ടെന്ന്. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ലേ, ഇവിടെ ഒന്നും ആരും വരുന്നില്ല എന്താണ്. അപ്പോൾ ഞാൻ ഈ മലയുടെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് വാസഗിരി മല. ഇതിൻ്റെ മേളിലൊരു ക്ഷേത്രമുണ്ട്, ഒരു മുരുകൻ ക്ഷേത്രം, ബാലസുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം. കണ്ടോ, ഈ പാറയിൽ മേളിൽ വരെ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കയറാനായിട്ട് കണ്ടോ ഇങ്ങനെ ഹാൻഡ് റെയിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വഴി ചോദിച്ചത് മിക്കവാറും ഇവിടെ ഉള്ളവരുടെ ആയിരിക്കില്ല. ആ റോഡിൽ കണ്ട 2 പേരോടാണ് ചോദിച്ചത് കേട്ടോ. ഒരു പട്ടിയാടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 ആടിനൊക്കെ തീറ്റാനായിട്ട് വന്നിട്ടുണ്ടേ. കണ്ടോ കുറേ ആടുകളൊക്കെ. പുല്ലൊന്നും ഇല്ല പറിച്ച് തിന്നാനായിട്ട്, ഉണങ്ങിയ കുറച്ച് പുല്ലുകളൊക്കെ ഉള്ളൂ. മുരുകൻ കോവിലേ? ആ, വീടെങ്കേ നിങ്ങ വീടെങ്കേ? കീഴയാ? ആ ആ. അടിപൊളി കാഴ്ചകളാട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകൾ. നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലം, ശാന്തമായ അന്തരീക്ഷം, തിരക്കുമില്ല, ആളും ബഹളമില്ല. ഇവിടെ ഒരു ക്ഷേത്രം കാണാം. ക്ഷേത്രമാണത്. ആ മലയുടെ മേളിലാണ്. ഇനിയും കുറച്ചുകൂടെ കയറാനായിട്ടുണ്ട്. അവിടെയാണ്
പ്രധാന ക്ഷേത്രം വരുന്നത്. നല്ല കാറ്റ് വീശുന്നത്. ആര്യവേപ്പിൻ്റെ മരങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ മുകളിൽ. എൻ്റെ പൊന്നെ, അത് കണ്ടില്ലേ വെസ്റ്റേൺ ഗാർഡ്സ്. ഇവിടുന്ന് വേറൊരു മല കാണിച്ചു തരാം. ആ മല പോപ്പുലറാണ് കേട്ടോ. അതായത് എന്തായാലും പറഞ്ഞ തീർത്ഥമലയല്ല കേട്ടോ, സോറി, തോരണമല കേട്ടോ. ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെയായിട്ട് ആ കാണുന്ന മല ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു മുരുകൻ ക്ഷേത്രമാണുള്ളത്. അതും ഈ റൂട്ടിൽ, അതായത് ചെങ്കോട്ട തിരുനെൽവേലി റൂട്ടിൽ പോയാൽ നമുക്ക് അവിടെ കയറാം. പക്ഷേ അവിടെ രാവിലെ പോയി കയറണം, ഒത്തിരി ദൂരം ഹൈക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ മല, തോരണമല കഴിഞ്ഞ വീഡിയോയിൽ അന്യൻ പാറയുടെ മേളിൽ നിന്നപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് അയ്യോ അതെ തൊപ്പിയൊക്കെ പറപ്പിച്ചുകൊണ്ട് പോവാണേ. ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു ശക്തി. താഴെ വിശാലമായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്, വലിയ മലകൾ എവിടെയുണ്ടോ അതിൻ്റെ മേളിലൊരു ക്ഷേത്രം ഉണ്ടാവും. കൂടുതലും മുരുക ക്ഷേത്രങ്ങളാണ്. ഈ മുരുകനാണ് ഈ മലയുടെ മേളിൽ ഇരിക്കാൻ ഇത്ര ഇഷ്ടം. എന്തായാലും നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അധികാരം വരുന്ന ഒരു സ്ഥലമൊന്നും അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓ, ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ, വളരെ ചെറിയൊരു ക്ഷേത്രം. ഓ, ഇവിടെ നിന്നുള്ള കാഴ്ച 360 ഡിഗ്രി വ്യൂ കണ്ടോ. അപ്പോൾ ഇവിടുന്ന് മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. അത് കണ്ടാൽ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്ഥലം മനസ്സിലാവും. അങ്ങ് താഴെ ഒരു സ്പോട്ട് കണ്ടോ, ഒരു ചന്തയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ തെങ്കാശി യാത്രയിൽ അവസാനത്തെ വീഡിയോ ആ ചന്തയിൽ പോയി നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നോ? ആ ചന്തയാണ് ആ കാണുന്നത്. 6 മണി മുതൽ വൈകിട്ട് 11 മണി വരെയാണ് ആ ചന്ത പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. ആ ചന്തയുടെ ഫ്രണ്ടിലാണ് കാറിട്ടേക്കുന്നത്. നമ്മൾ കുറേ ചന്തയുടെ വീഡിയോ ചെയ്തല്ലോ, പക്ഷേ ഈ ചന്ത അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഇത് രാത്രിയിലാണ് ഈ ചന്ത നടക്കുന്നത്. അതായത് നമ്മളൊരു കേവലം ഒരു ചന്ത കൂടുന്ന പോലെയല്ല, ഒരു ഉത്സവ പറമ്പിലേക്ക് ചെല്ലുന്ന പോലെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആ ചന്തയുടെ ഒരു വീഡിയോ ലാസ്റ്റ് ചെയ്തായിരുന്നല്ലോ, പക്ഷേ ചന്ത ഒരുങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലസുബ്രഹ്മണ്യനാണ്. മുരുകൻ്റെ വിഗ്രഹം കാണാം. ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ പാറയുടെ മേളിലായിട്ടൊരു കുളം, ചെറിയൊരു കുളം, അതായത് പ്രകൃതി തന്നെ ഒരുക്കിയ കുളമാണ്. അതിൽ വെള്ളമുണ്ടേ, ഇത് പറ്റാത്ത വെള്ളമായിരിക്കുമോ. അപ്പോൾ കടയം ഗ്രാമമാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ താഴെ കാണുന്നത് കേട്ടോ. ഗ്രാമത്തിലെ വീടുകളും കെട്ടിടങ്ങളൊക്കെയാണ് അതെ ആ കാണുന്നത്. ഒരു ചെറിയൊരു ടൗൺഷിപ്പും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ചന്തയുടെ വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പം അവിടുന്ന് ഈ ക്ഷേത്രം കാണിച്ചു തന്നില്ലായിരുന്നോ? ഞാനവിടെ കുറേ പേരെടുത്ത് അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ചോദിച്ചു. അത് പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ മനസ്സിലായത്. എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും ഇല്ല. പക്ഷെ അടിപൊളി വേറെ അനുഭവം തന്നെയാണ്. ഇവിടേക്ക് കയറിയായിട്ട് ഒരു എഫോർട്ടും വേണ്ട, ഈസി ആയിട്ട് മേളിലേക്ക് കയറാം. അധികം ഹൈറ്റൊന്നുമില്ല. അപ്പോൾ ഈ ക്ഷേത്രം 19th സെഞ്ച്വറിയിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് ആരാണ് നിർമ്മിച്ചത് അതിനെപ്പറ്റിയൊന്നും ചരിത്രത്തിൽ അങ്ങനെ രേഖകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും അന്വേഷിച്ചിട്ട് അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിച്ചില്ല. 19th സെഞ്ച്വറിയിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും വരുന്ന ഇവിടുത്തെ ഈ പ്രാദേശികരായിട്ടുള്ളവരാണ്. അവരാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് കേട്ടോ. ആ, வேற வழி இருக்கா எங்க மேல வரேன்? மெயின் ரோடு. இங்க அதிகாரம் வராதா? காலையில வெள்ளி செவ்வாய் காலையில വരും. വെള്ളി ചൊവ്വ അല്ലേ? അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. വെള്ളി ചൊവ്വയിലുമാണ് ഇവിടുത്തെ പൂജ. കാല പൂജ ഇറക്കുക. സായങ്കാലം തെരിയില്ല. ഇവർക്കും അധികം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുമൊന്നുമില്ല കേട്ടോ ചോദിച്ചിട്ട്. അപ്പോൾ പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്നത് ഇവിടെ ചെറിയൊരു ക്ഷേത്രം കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുരുകൻ്റെ വേലാണുള്ളത്. അതായത് ഈ അമ്പലത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക രൂപഘടന നോക്കി കണ്ടോ, ഒരു മകുടമൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. തൂണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കല്ലിൽ തന്നെ ചെയ്തേക്കുന്ന തൂണുകളാണ്. അങ്ങനെ ഒരുപാട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു കോവിലാണ്. വാസഗിരി മലൈ മുരുകൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എന്തായാലും ഇരുട്ടാനായിട്ട് നിൽക്കുന്നില്ല, വെട്ടം പോയി തുടങ്ങുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ആ മലയുടെ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ മുൾച്ചെടികൾ കണ്ടില്ലേ, മരങ്ങൾ പോലെ വളർന്നു നിൽക്കുന്നത്. ഇവിടെ ഇതിൻ്റെ താഴെ ഒരു കുളമുണ്ടേ, അതിലങ്ങനെ അധികം വെള്ളമൊന്നുമില്ല. ഇതൊക്കെ ഇതെന്തായിരുന്നു?
ഒരു തൂണ് കാണാം കേട്ടോ. തൂണും ഇങ്ങനെ ഒരു കെട്ടൊക്കെ കാണാം. എന്തായിരുന്നെന്ന് അറിയില്ല. അപ്പം ഞാൻ നേരെ ഇരുട്ടുന്നതിന് മുന്നേ ആയിട്ട് താഴേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ താഴേക്ക് കാണുന്നുണ്ടല്ലോ നല്ല വിജനമായ ഒരു പ്രദേശമാണ്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതെ, അവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇനി വണ്ടി പോയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇറക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ത അതെ തകൃതിയായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒന്ന് രാത്രിയായിട്ട് നമുക്ക് ചന്തയ്ക്കുള്ളിൽ കയറാം. ഇവിടെ ലൈറ്റുകളെല്ലാം തെളിയും. ഞാൻ ഒരു 2 വാരം മുന്നാടി ഇങ്ങ വന്നായിരുന്നു. ഞാൻ ഇങ്ങ വന്നായിരുന്നു. അപ്പം ഇവിടെ ജോലി എന്താ ഇങ്ങ എന്താ? ഇവിടെ കൺട്രോൾ ചെയ്യാനല്ലേ, സെക്യൂരിറ്റി അല്ലേ? നല്ല തിരക്ക് വരുന്ന ഒരു തനി നാടൻ ചന്ത, ഒരു ഗ്രാമീണ ചന്തയാണ്. ഇവിടുത്തെ ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ഗ്രാമീണർ നടത്തുന്ന ചന്തയാണ് കടയം ചന്ത. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ചന്ത. എനിക്ക് എന്താ പറയുക, ഇതൊരു ഉത്സവപ്പറമ്പ് അല്ലേ? ചന്തയാണെന്ന് തോന്നില്ല, ഒരു ഉത്സവപ്പറമ്പിലേക്ക് കയറുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തെങ്കാശി യാത്രയിൽ ഈ ചന്തയുടെ വീഡിയോ ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് 2 ആഴ്ച മുന്നേ വന്നിട്ട് പോയുള്ളൂ. പക്ഷേ അന്നത്തെ ചന്തയല്ല ഇന്ന് നമ്മളിവിടെ കാണണം കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പം ഈ ഒരു ടൈം ആയിട്ടില്ലായിരുന്നു, ചന്തയുടെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചന്തയുടെ ഫുൾ ആക്റ്റീവായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളൊരു ഉത്സവ പറമ്പിലേക്ക് ചെല്ലുന്ന അതേ ഒരു പ്രതീതി തന്നെയാണ്. ഒരുപാട് പേര് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നവരെയൊന്നും കണ്ടില്ലല്ലോ. ഈ ചന്തയുടെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നല്ലോ അന്ന് മെയിനായിട്ടും. ഈ രാത്രി ആയതുകൊണ്ട് വേറെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഈ ഫ്ലെയർ അടിക്കുന്നുണ്ട്, ലെൻസ് ഫ്ലെയർ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ലൈറ്റിൻ്റെ നേരെ ക്യാമറ കൊണ്ടുപോകുമ്പോൾ. പക്ഷെ എന്നാലും ഈ ചന്ത രാത്രി തന്നെ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ സമയം ഇപ്പം 7:30 ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിങ് ഇവിടെ വിളിച്ചു പറയണ കേട്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. ഇത് ആഴ്ച ചന്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു 7 മണിയൊക്കെ ആകും ഇതൊന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് കേട്ടോ. അങ്ങനെ ഒരു 11 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഫ്രഞ്ച് ഫ്രൈ, പാനിപൂരി, രസപൂരി, ബീച്ച് ഉണ്ടൽ, തംസ 5 ரூபாய். தக்காளி கிலோ 30 ரூபா தக்காளி வாங்க. குரலை 20 ரூபாய்க்கு. எனக்கு என்னுடைய பேர் வந்து அசோக்குமார். எனக்கு ஊர் வந்து மயிலப்பபுரம். நம்ம தென்காசி மாவட்டம் கடையம் ஊராட்சி ஒன்றியம் நம்ம கடையத்தில் செட்டிமடை எதிரிலங்க இந்த சந்தை வந்து இப்போ ஒரு 6 மாதம் நடந்துகிட்ருக்கு. ரொம்ப சிறப்பாக போயிட்டுருக்கு. இந்த சந்தை மேற்பார்வை வந்து நான் தான் பண்ணிகிட்ருக்கிறேன். சந்தையோட ஓனர் யாருன்னா பாலசுப்ரமணியன் ஆச்சு. அவங்களுக்கு வந்து கடையம் தான் சிறப்பாக போயிட்டுருக்கு. மக்களுக்கு வந்து ஒரு பெரிய வரப்பிரசாதம் இந்த சந்தை வந்து கடையத்தில் வந்தது, செட்டிமடை எதிரில். மக்கள் வந்து அவங்களுக்கு இல்லங்களுக்கு தேவையான எல்லா பொருட்களும், காய்கறிலேருந்து அவங்களுக்கு சமையல் பாத்திரங்களா, வேறு பழங்கள் என்னென்ன பழங்கள் வேணுமோ எல்லாமே வாங்குறதுக்கு இங்கே வர்றாங்க. ஒரு திருவிழா கூட்டம் மாதிரி ரொம்ப ஆனந்தமாக நல்ல மக்கள் ஒரு பிக்னிக், 1 டே பிக்னிக் இந்த மாதிரி. இது வந்து வெள்ளிக்கிழமை வச்சுருக்கோம். ஏன்னா சனி ஞாயிறு வந்து விடுமுறை வரும். அதனால் அவங்க ரொம்ப குதூகலமாக ஆனந்தமாக வந்துட்டுருக்காங்க. ரொம்ப மகிழ்ச்சியாக இருக்குது. அதாவது முகம் பார்க்கணுங்க, முகம் பார்த்து பேசணும், அப்போ தான் ஒரு ஆனந்தம் இருக்கும். அந்த மாதிரி தான் இவ்வளோ மக்களை பார்க்கும்போது மனசுக்கு அவ்வளோ சந்தோஷமாக மகிழ்ச்சியாக இருக்குது. அவங்களுக்கு உறுதுணையாக எல்லா வகையான பொருட்களும் ஒரே இடத்துல கிடைக்கிறதும் அவங்களுக்கு அதிக மகிழ்ச்சியாக இருக்குது. சரிங்க, நன்றி, வணக்கம். உங்கள் நாயகன் நான் മൈലേ അശോക്. ഈ ചന്ത ഇവിടെ ആരംഭിച്ചിട്ട് ഒരു 6 മാസം ആയിട്ടുള്ളൂ. ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലത്താണ് ഈ ചന്ത നടത്തുന്നത് കേട്ടോ. അപ്പോൾ 50 രൂപ മുതൽ 500 രൂപ വരെയാണ് ഓരോ സ്റ്റാളിനും റെൻറ്റ്. 50 രൂപ മുതൽ തുടങ്ങും, എന്നിട്ട് 500 വരെ ഒരു റെൻറ്റ് കൊടുത്തിട്ടാണ് നടത്തുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ്. അണ്ണൻ പറഞ്ഞില്ലേ ഒരു തിരുവിള പോലെയാണ്, ഉത്സവം പോലെയാണെന്ന്. ശരിക്കും അതെ കേട്ടോ. ശരിക്കും നമ്മളൊരു ഉത്സവ പറമ്പിലേക്ക് വരുന്ന പോലെയാണ്. ആളും തിരക്കും ബഹളം എല്ലാം ആയിട്ട്. അപ്പോൾ ഇവിടെ വിൽക്കുന്ന പച്ചക്കറികൾക്കൊക്കെ പല വിലകളാണ്. അതായത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വിൽക്കുന്നത് കേട്ടോ. പല വിലയിൽ ആണ് ഇവർ കൊടുക്കുന്നത്. അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ കടയിൽ വിൽക്കുന്നത്. അപ്പോൾ റേറ്റ് കൂടുതലാണ്. സവാള ഞാൻ ചോദിച്ചപ്പം കിലോയ്ക്ക് 40 രൂപയാണ് പറഞ്ഞത്. അപ്പം സവാള ഇവിടെ 20 രൂപയ്ക്കും കിട്ടും. പക്ഷേ അന്നേരം അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അങ്ങനെയാണ് ഓരോ ഐറ്റംസ്. പിന്നെ പച്ചക്കറികളൊക്കെ കുറേശ്ശായിട്ട് വിൽക്കുന്നുണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട്. അതിനൊക്കെ വില കുറവായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിന് അനുസരിച്ച് വില. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ വിലയാണ്. വലിയ വിലക്കുറവൊന്നും പറയുന്നില്ല. വില കുറഞ്ഞത് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതിൽ, ക്വാളിറ്റിയിൽ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. ഒരു കട മാത്രമല്ല ഒരു ഐറ്റം വിൽക്കുന്ന. ഇപ്പോൾ പച്ചക്കറികൾക്ക് തന്നെ ഒരുപാട് കടകളുണ്ട്. അതായത് ഒരുപാട് ടേബിളുകൾ നിരത്തിയിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഐറ്റംസിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം 10 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. ഈ പ്ലേറ്റ് വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് വില കുറയും. നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ റേറ്റ് കൊടുക്കണം. അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് വിൽക്കുന്നത്. അല്ലാതെ വിലക്കുറവെന്നൊന്നും പറയുന്നില്ല. തേങ്ങ എന്നാ വില?
2 കിലോ 100 രൂപ, 2 കിലോ 100 രൂപ. ഇതെല്ലാം 100 രൂപയ്ക്ക് ഉള്ളതല്ലേ? ഇത് 2 കിലോ ഉണ്ടോ? അങ്ങനെ വെച്ചേക്കുന്നതാണ്. 100 രൂപ അല്ലേ? 2 കിലോ പൊടിവിലി 100 രൂപ, 1 കിലോ എടുത്താൽ 60 രൂപ, 1 കിലോ പൊടിവിലി 60 രൂപ, 2 കിലോ എടുത്താൽ 100 രൂപ. ഉരുളക്കിഴങ്ങ് 1 കിലോ 30, 2 കിലോ ഉരുളക്കിഴങ്ങ് 50 രൂപ, 2 കിലോ ഉരുളക്കിഴങ്ങ് 50 രൂപ. കാലിഫ്ലവർ, വെണ്ടയ്ക്ക, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, കത്തിരിക്ക, പച്ചമിളക. അപ്പോൾ ഇവിടുത്തെ ഉണക്കമീനുകളുടെ ഒക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോട്ടോ. ഇത് നോക്കി, ഇത് പാരമീനാണെന്നാണ് പറഞ്ഞത്. 1000 രൂപയാണ് ഇതിൻ്റെ വില. നോക്കി, അപ്പോൾ ഇത്രയും വലിയ മീനുകളൊക്കെ ഉണക്കി വിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം വലിയ മീനുകളാണ് ഉണ്ട്. വലുത് മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള മീനുകളുണ്ട്. അത് ഒഴുക, കൊഴുവ, നത്തോലി, കുറേ പേരുകളുണ്ടല്ലോ. കണ്ടോ, മീനുകൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇതെന്നാ മീനാണ് ഇത് കട്ട് ചെയ്ത്? ഇത് ചൂര അല്ലേ? ഓക്കെ. അതുപോലെ ഇത് കണ്ടില്ലേ. പിന്നെ ചെറിയ ചെറിയ ചെമ്മീൻ, ബേബി ചെമ്മീൻ കണ്ടോ, ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. 100 ഗ്രാം 50 രൂപ. ഇതാ ചെമ്മീനോ? ആ 50. 100 ഗ്രാം 50 അല്ലേ? ആ അയന്ന മീൻ അത്. ആ ഇത് ചെറിയ ഐര മീൻ എന്ന് പറഞ്ഞല്ലേ. അതന്നെ 150. ഓക്കെ. പാൽ നത്തലി 100 ഗ്രാം 70. 100 ഗ്രാം. 100 ഗ്രാമിന് വെച്ചിട്ടാണ് ഇവർ കണക്ക് കൂട്ടുന്നത് കേട്ടോ. അതായത് ഈ ചെറിയ പൊടി മീനുകളൊക്കെ. ചാള ഉണങ്ങി 75 കാക്കിലോ. ചാള ഉണങ്ങിയത് 75 രൂപ, കാക്കിലോ 75 രൂപ. ഇവിടെ ഫ്രൂട്ട്സ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ചക്കപ്പഴം കാക്കിലോ 40 രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ. മാമ്പഴം കാണാം, ഓറഞ്ച്, ആപ്പിള്, മാതളമുണ്ട്, കപ്ലങ്ങാപ്പഴം ഉണ്ട്, മുന്തിരി, ഞാവൽപ്പഴം, കിളിമൂക്ക്. ആ ഓക്കെ. കേരളാവിൽ കിളിച്ചുണ്ടൻ എന്ന് പറയും. നമ്മൾ കിളിച്ചുണ്ടൻ എന്ന് പറയില്ലേ, ഇവർ പറഞ്ഞ കിളിമൂക്ക് മാമ്പഴം. ഇത് 2 കിലോ, ഇത്ര 3 കിലോ. 3 കിലോ 100 രൂപ. 3 കിലോ 100 രൂപ. അപ്പോൾ ഇവിടെ മധുര പലഹാരങ്ങളാണ് വിൽക്കുന്നത് കേട്ടോ. മധുരസേവ 2 വെറൈറ്റി ഉണ്ട്. ഇത് പഞ്ചസാര, അത് ശർക്കര അല്ലേ. പിന്നെ മുറുക്കുകൾ, വിവിധ തരത്തിലുള്ള മുറുക്കുകളുണ്ട്. അതുപോലെ ഇത് ഹൽവ ഉണ്ട്. ഇതെന്നാ ഇത്? എന്താ ഇതിൻ്റെ പേര്? ഏണിപ്പൊരി മിഠായി, കരിപ്പട്ടി മിഠായി. ഇങ്ങനെ ഒരു ജിലേബി പോലെ ഉണ്ട്, പക്ഷെ നല്ല വലിപ്പമുണ്ട്. പിന്നെ അതേ മുറുക്കുകൾ പലതരം. പക്കാവട, മിച്ചർ കണ്ടില്ലേ, മിച്ചറൊക്കെ പലതരത്തിലുള്ള കേട്ടോ. അതുപോലെ ചിപ്സുകൾ ഏതെടുത്താലും 50 രൂപ. കാക്കിലോ ഏതെടുത്താലും 50 രൂപ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചിപ്സ് ഐറ്റംസ് ആണ്. കപ്പ ചിപ്സ്, അതുപോലെ വാഴയ്ക്ക വറുത്തത്, മിച്ചർ, ABCD ബിസ്ക്കറ്റ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. കടല ഉണ്ടല്ലോ, പട്ടാണി കടല, റോസ്റ്റ് കടല, അങ്ങനെ പലതരം. 50 റുപ്പീസ്. കാക്കിലോ 50 അല്ലേ. എല്ലാം ഒരേ റേറ്റാ? 80. ഇത് കാക്കിലോ 80 അല്ലേ വാഴയ്ക്ക. ഇത് ഇവിടെ ഒരു ഫാൻസി കട, ഫാൻസി ഐറ്റംസ്, ടോയ്സ് ഉണ്ട്, ലേഡീസ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെയാണത് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. ഇതുണ്ട കൊച്ചു കുട്ടി നോക്കി വിളിച്ചു പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇവരൊരു ഫാമിലി ആയിട്ട് വന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഇത് അക്കേനൊക്കെ അടിച്ചേർത്ത്. അക്ക സൗഖ്യമാ? അപ്പം ഹസ്ബൻഡ് അല്ലേ അക്കയുടെ. അപ്പോൾ ഇവർ ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. 4 മക്കളുണ്ട്. 4 മക്കൾ. ഇവിടെ 3 പേരേ ഉള്ളൂ. ഒരാളുടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അവർ കച്ചവടം ചെയ്യണം ഭയങ്കര ഊർജിതമായിട്ട്. ഇതൊക്കെ എന്നാ പ്രായമുണ്ടല്ലേ പാവങ്ങൾ. ഞാൻ ഇവിടുന്ന് സമോസ വാങ്ങിച്ചായിരുന്നു. ഈ സമോസയ്ക്ക് എത്ര അറിയാം? 5 രൂപ ഉള്ളൊരു സമോസയ്ക്ക്. വിലക്കുറവാണ് കേട്ടോ, 5 രൂപ. അതുപോലെ തന്നെ എല്ലാം വിലക്കുറവാണ്. പാനിപ്പൂരിക്ക് 20 രൂപ ഉള്ളൂ കേട്ടോ. വിലക്കുറവിലാണ് വിൽക്കുന്നത്. ഹോം മെയ്ഡ് ഐറ്റംസ്. എങ്കിൽ വീട് എവിടെ? എങ്കിൽ പക്കവാ? ഇവിടെ കടയത്ത് തന്നെ അല്ലേ? കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം ചെന്നവർ വരെ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നൊരു ചന്തയാണ് കേട്ടോ. സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരുടെ തിരക്കാണ് ഈ കാണണേ. എൻ്റെ പൊന്നെ, ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരുടെ വാഹനങ്ങളാണ് ഈ വഴി സൈഡിൽ നിർത്തിയിട്ടേക്കണേ. എന്തോരാന്ന് നോക്കിയത് ഇവിടെ. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ശാന്തമായിട്ട് കിടന്നൊരു പ്രദേശമായിരുന്നു. എൻ്റെ പൊന്നെ, ആ സ്ഥലം അങ്ങ് മാറിയത്. ഇതിപ്പം ഞാൻ എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകും? പണി കിട്ടിയെന്നുള്ളത് എല്ലാം എടുക്കേണ്ടി വരും. കാരണം അത്ര മാത്രം വാഹനങ്ങളാണ്. എൻ്റെ പൊന്നെ നോക്കേ, തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പോൾ ചന്തയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് വണ്ടി കൊണ്ട് വന്നതുകൊണ്ട് തന്നെ. അധികമില്ല, എന്നാലും കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ പുറത്തിറക്കുമെന്ന് അറിയില്ല കേട്ടോ. വണ്ടി കണ്ടില്ല, എൻ്റെ ഫ്രണ്ടിൽ ഇത് ബൈക്കുകളെ കൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ തമിഴ്നാട് യാത്ര കടയം ചന്തയുടെ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പം അവസാനിക്കുകയാണ്.